ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തി മുളകിട്ടതാണ്. അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് പാകം ചെയ്യാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഉലുവ ഒന്ന് ബ്രൗണിഷ് കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി കൊച്ചുള്ളി എടുക്കുക. അത് നല്ലതുപോലെ ചതച്ച് ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഡെയിലി നമ്മൾ ഓരോരോ വീഡിയോകളും റെസിപ്പികളും ഒക്കെ ഇടുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഫിഷ് മസാല. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂന്നാല് കഷ്ണം വടക്കംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വടക്കംപുളിയുടെ വെള്ളോടി ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മത്തി വേവാൻ വേണ്ടിയുള്ള വെള്ളോടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക. കണ്ടില്ലേ, നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, ഓരോന്നോരോന്ന് ഈ അരപ്പിലേക്ക് ഇട്ടു കൊടുക്കുക. മത്തിയെല്ലാം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നമ്മുടെ മത്തിയൊക്കെ ഒന്ന് തിളച്ച് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ മത്തി മുളകിലിട്ട കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.